എന്തായടാ? ആ, നീ വലിക്കുവോ? ഇല്ല, പുറത്തേക്ക് കേൾക്കാം. ആ. നീ ബുദ്ധിയുള്ളവനാ, അവൻ്റെ പിന്നാലെ നടക്കേണ്ടവനല്ല നീ. മനുഷ്യർക്ക് അവരുടെ ഇനമായിട്ടാ വലുത്. സ്നേഹം സൗഹൃദമൊക്കെ പിന്നെയാണ്. ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരായിരിക്കും അല്ലേ രഘുവേട്ടാ? ലോകത്ത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആർക്കും പറ്റത്തില്ല. അതിനവരെ ഭിന്നിപ്പിക്കണം. എന്നിട്ട് നമ്മളാണ് അവരെ ഒന്നിച്ച് നിർത്തിയെന്നുള്ള ഒരു തോന്നലുണ്ടാക്കണം. മോളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ വിളിച്ച അവൻ വരില്ലേ? 2 തല്ല് കൊടുത്തിട്ടാണെങ്കിലും അവനെ തിരുത്താനുള്ള ബന്ധമൊക്കെ നമുക്ക് ഇല്ലടാ. പ്രൊഫൈല് മാറുമ്പോൾ ആൾക്കാരും മാറും ചേട്ടാ. എടാ, നിന്റെ ബുദ്ധിയില്ല അവൻ്റെ വളർച്ച. അതിൻ്റെ പ്രയോജനം നിനക്കും കിട്ടണം, അല്ല കണ്ടവർക്ക് മാത്രമാണ്. അവൻ്റെ വളർച്ചയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അവനെ വിളിച്ച് നമ്മൾ കൂടെ നിർത്തണ്ടേ? നീ വിളി, അവൻ വരും. ഇത്രയും അഗ്രസീവായിട്ട് നിലപാടെടുക്കുന്ന കോളനിക്കാരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യാൻ സാധിച്ചത്? ഞാൻ അവരിലൊരാളാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോ തന്നെ യൂട്യൂബിലേക്ക് ഇട്ടോ. ശരി എന്നാ. നീ എവിടെയാടാ? ഫോൺ കൊടുക്കില്ല, എന്തുപറ്റി? അമ്മയ്ക്കാ നല്ല പനി. ഓ, തിരിച്ച് വീട്ടിലേക്കല്ലേ? ആ, ഞാനും വരാം. വാ. പണ്ട് ആർക്കോ വേണ്ടി ചെയ്ത പലതും തെറ്റായി പോയെന്ന് ഇപ്പം തോന്നടാ. ജനങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സുഖമുണ്ട്. നിനക്കിപ്പോ ഒരു ലഹരിയല്ലേ? എടാ, വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കി വെക്കണോ? ആ ശത്രുക്കൾ നമുക്ക് മുമ്പ് ഉണ്ടല്ലോ. എന്താ അറിയില്ല ആരടാ? ആരാത്? ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ, നല്ല മൈലേജ് ആണല്ലോ ഭായി. പാർട്ടിയിലെ തീരുമാനം നിന്നോട് പറഞ്ഞല്ലടാ. നീ പിന്നെ പ്രശ്നം ഉണ്ടാക്കണ എന്തിനാടാ? ഈ പറഞ്ഞത് പാർട്ടിയുടെ നയമോ അതോ ബൂത്ത് രഘുവിന്റെ ഭയോ? രഘുവേട്ടനെ പഠിപ്പിക്കാൻ മാത്രം ആയാണോ നീ? സെറ്റിംഗ് ആണല്ലേ? എന്താടാ? നമസ്കാരം. ഈ വികസനത്തിന്റെ ഭാഗമായി പലപ്പോഴും നമുക്ക് മരങ്ങളൊക്കെ മുറിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെ എതിർക്കാതെ പ്രകൃതിയോടൊപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്.
എടാ അനന്തു, താൻ എന്നെ വെച്ച ഉണ്ടാക്കുമല്ലായിരുന്നോടോ? ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ലട്ടാ. ആ AC ഒന്ന് കൂട്ടിയിട്ട് വണ്ടി ഒന്ന് തണുക്കട്ടെ. നീ എന്നിറങ്ങി പുറത്ത് നിൽക്കേ. എടാ ഞാൻ ചെയ്തുകൊണ്ട് നിന്നെയെങ്കിലും രക്ഷിക്കാൻ പറ്റി. മോളിൽ നിന്ന് വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ നീ തീർന്നേനെ. നീ മാത്രമല്ല ഞാനും തീർന്നേനെ. ഞാനല്ലെങ്കിൽ വേറൊരാൾ ഇത് ചെയ്യും. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു പക്ഷത്താണ്. പിന്നെ അവൻ തിരിച്ചു വരുന്നത് നമുക്ക് രണ്ടുപേർക്കും അത്ര നല്ലതല്ല. നീ പ്രാർത്ഥിക്കേ അവൻ ചത്തുപോവാൻ.